ഹായ് എവരിവൺ, എല്ലാവർക്കും ശിവദൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പേര് കമൻ്റ് ഇട്ടിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായി നിങ്ങളിൽ പോകുമോ എന്ന്. വിവാഹം കഴിഞ്ഞവരായാലും ശരി, വിവാഹം കഴിയാത്തവരായാലും ശരി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായി നിങ്ങളിൽ നിന്ന് പോകുമോ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം കാണുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായും പോയത് ഷഫിൾ ചെയ്തു വെച്ച കാർഡാണ്. ഒന്നുകൂടെ വെറുതെ ഷഫിൾ ചെയ്യണം. ബോട്ടം വന്നിട്ടത് ഒരു ലവേഴ്സ് കാർഡാണ്. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണെന്നാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 10 of Wandsൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ബർഡനാണ് അനുഭവപ്പെടുന്നത്. ഒരിക്കലും നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത വിധം എന്തുകൊണ്ട് ഈ അകൽച്ച വന്നു പോയെന്നാണ് അവർ ചിന്തിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ സ്നേഹം കൊടുത്തിരുന്നുവോ അത്രയും സ്നേഹം അവർക്ക് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവർക്ക് രണ്ട് മനസ്സായി പോയതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ കാരണം എന്താണെന്നും ആ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം എന്താണ്? ദൈവം അനുഗ്രഹിച്ച് അതിലുള്ള സ്നേഹം ഒരു വ്യക്തിയിൽ നിന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. ഇതേപോലത്തെ സ്നേഹം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് കടന്നു പോയതെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ. ഈ പേജ് ഓഫ് വാൻസിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുമായുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളിലേക്കൊരു ചാൻസ് ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ഈ റിലേഷന് വേണ്ടി അവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളുമായിട്ടുള്ള റിലേഷന് വേണ്ടിയിട്ട് ഒരുപാട് പെയിൻ കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എങ്ങനെയെങ്കിലും നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അല്ലെങ്കിൽ അവർക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് തോന്നിക്കാണും. കാരണം നിങ്ങൾ അവരെ ഒരുപാട് ടെൻഷനാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടാകും. അവർക്ക് പെയിൻ കൊടുത്തുകൊണ്ടിരുന്നുണ്ടാവും. ഈ റിലേഷന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ നഷ്ടപ്പെടും എന്ന് അയാൾക്ക് തോന്നി. ഗ്രോത്ത് ഉണ്ടാവില്ലെന്ന് തോന്നി. ഈ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രം സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും എന്നെല്ലാം അവർ ചിന്തിച്ചിരുന്നു. അവർക്ക് ഹൃദയത്തിൽ നിന്നുള്ളൊരു സ്നേഹമാണ് നിങ്ങളോടുള്ളത്. അവർക്ക് നിങ്ങളുമായി ഈ ബന്ധം നിലനിർത്തി പോകണമെന്ന താല്പര്യമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ള ഒരു വ്യക്തിയാണത്. ഈ ജീവിതം പിന്തുടർന്ന് പോകണമെന്ന് അവർ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളൊരു ജെന്യുവൻ പേഴ്സണാണെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കാൻ കഴിയുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. കാര്യലാഭത്തിനല്ലാതെ സിൻസിയറായി സ്നേഹിക്കാൻ കഴിയും എന്നാണ് അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ ജെന്യുവനായി സ്നേഹിച്ചത് കൊണ്ട് ആ സ്നേഹം തിരിച്ചു തരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളോടിപ്പോൾ അവർക്കൊരു റെസ്പെക്റ്റൊക്കെ തോന്നുന്നുണ്ട്. അടുത്ത സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അവർക്കിപ്പോൾ ഒരു കൺഫ്യൂഷനാണ് ഉള്ളത്. അവരൊരു മെൻ്റൽ പ്രഷറിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണുള്ളത്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ എങ്ങനെ വരും എന്നുള്ള ചിന്തയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുമായി ഏറെ നാളെ അകന്ന് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് വന്നാൽ തന്നെ നിങ്ങൾ അവരെ അംഗീകരിക്കുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ നിങ്ങളുമായുള്ള ഒരു ഒത്തുചേരലാണ് ആഗ്രഹിക്കുന്നത്. അവർ സ്വപ്ന ലോകത്തിൽ നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവർ ഫാമിലി മറ്റു വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഈ സമയം ഭയങ്കര ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളെ ഓർത്ത് അവർക്ക് നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുള്ളതായി കാണുന്നുണ്ട്. ആദ്യമൊക്കെ അവർ ഭയങ്കര കർക്കശ സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിലും ഇപ്പോൾ അവർ സ്നേഹമുള്ള വ്യക്തിയായി മാറിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. അവർ അറിയാതെ നിങ്ങൾ അവരെ പിന്തുടർന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയപ്പോൾ
ഇത് അവർക്കൊരു തിരിച്ചടിയായി മാറിയെന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാത്തത്? നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ വളരെ ഉയർച്ചയിലെത്തിയ വ്യക്തി ആയിരുന്നത്. നിങ്ങൾ മാറിയപ്പോൾ നിങ്ങൾ എവിടെ പോയി എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് അവർ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് ഏറ്റവും നല്ലതായി തോന്നിയ സ്ഥലത്തേക്ക് അവർ നടന്നുപോയി. നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ തിരിച്ചു വരാനായ സമയത്താണ് അവർ നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത്. നേരത്തെ അതൊന്നും കാണാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് അവർ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളുമായി സംസാരിക്കണം, ഒന്ന് മെസ്സേജ് അയക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്താണ് പറയുക എന്നാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ നോ പറഞ്ഞാൽ അത് അവർക്കൊരു ക്ഷീണമായിട്ട് തീരും, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ ബാധിക്കും. ഇയാൾ കുറച്ച് അഭിമാനമൊക്കെയുള്ള ഒരാളാണ്. ഇതൊരു സോൾ കണക്ഷനുള്ള വ്യക്തിയാണെന്ന് തന്നെയാണ് കാണുക. അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ് കാണുന്നത്. ഇപ്പോൾ സോൾ കണക്ഷൻ എന്ന വ്യക്തി ഉള്ള ജീവിതം അത് നല്ലതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് വെല്ലുവിളി നിറഞ്ഞ ചലഞ്ചസുമാണ്. കാരണം സോൾമേറ്റിന് ഒരു പർപ്പസ് ഉണ്ട്. അത് നമ്മളെ പൂർണ്ണനാക്കുക എന്നാണ്. നമ്മൾ മുമ്പ് ചെയ്ത എന്തെങ്കിലും മുൻജന്മത്തിൽ ചെയ്ത കർമ്മകൾ, അപ്പോൾ അവരുമായിട്ട് പണ്ട് ഇപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന മുൻജന്മത്തിൽ അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കർമ്മ വെച്ചിട്ടുണ്ടാവും. ആ കർമ്മ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവരിപ്പോൾ നിങ്ങളിലേക്ക് വന്നത്. ഇത് ശരിയാവാത്ത ആളുകൾ അത് വരാത്തത്. അവർക്ക് സോൾമേറ്റിന് ഒരു പർപ്പസ് ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തെ ഒരു പൂർണ്ണതയിൽ വരുത്തുക എന്നതാണ്. അത് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരാനായിട്ട് വരുന്ന വ്യക്തികളും ഉണ്ടാവും ഇതിൽ. സോൾമേറ്റ് എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്കൊരു ഡീപ്പ് കണക്ഷൻ തോന്നും. സോൾമേറ്റ് എന്ന വ്യക്തിയുടെ ജീവിതം എന്നാൽ ഒരു ശരീരം ഒരു ഫിസിക്കൽ അട്രാക്ഷനെക്കാളും കൂടുതൽ മനസ്സിൻ്റെ അടുപ്പമാണ് ഉണ്ടാവുക കൂടുതലായും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ താമസം മാറുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദൂരേക്ക് അങ്ങോട്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണുമായി അകന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് അവർ നിങ്ങളെ തിരിച്ചു വരുമോ, വന്നാലും നിങ്ങളുമായി മുന്നോട്ട് പോകുമോ, അവരുമായി ഒരു ഈഗോ ഉണ്ടാകുമോ, ഇതെല്ലാം അവർക്ക് എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ടായാൽ അവർക്കൊരു തടസ്സമാവുന്നതുകൊണ്ട് അവർ ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളിപ്പോൾ കല്ലാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളെല്ലാം അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഡിറ്റർമിനേഷനും വിൽ പവറും ഉള്ള ആളായി നിങ്ങൾ മാറിയിട്ടുണ്ട്. അവർ ഇപ്പോൾ നിങ്ങളെക്കാളും നിങ്ങൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ പിരിഞ്ഞ ആ നിമിഷത്തെ കുറിച്ച് ഓർക്കുകയാണ്. നിങ്ങൾ സംസാരിച്ച് സ്റ്റോപ്പ് ചെയ്ത ആ ദിവസത്തെ, നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടായി ആ ദിവസത്തെ, റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത ആ ദിവസത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസമില്ലായിരുന്നെങ്കിലെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നു. നിങ്ങൾ എന്തുമാത്രം പെയിൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലായി. നിങ്ങളെ അവർ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നും അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അന്നുണ്ടായ അടിയും വഴക്കും നിങ്ങളുടെ പേഴ്സൺ എന്തെല്ലാം കാര്യങ്ങളാണോ വിളിച്ചു പറഞ്ഞത് ആ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ ഇപ്പോൾ വിഷമിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയ മറ്റൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അവർക്കിപ്പോൾ ആ കുറ്റബോധമാണ് ഉള്ളത്. ലാസ്റ്റ് വന്നത് ഒരു സൺ കാർഡാണ്. അവർക്കൊരു നല്ല പ്രതീക്ഷയുണ്ട്. ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് അവർ തീർച്ചയായും വിചാരിക്കുന്നുണ്ട്. മിസ്റ്റേക്കൊക്കെ മാറ്റാൻ പറ്റും, അവരുടെ തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റും, നിങ്ങൾ അവരോട് ക്ഷമിക്കും, അതിനൊരു ചാൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും അവർക്കൊരു പുതിയ പ്രതീക്ഷ വരുന്നു എന്നാണ് കാണുന്നത്. അവർക്ക് വെളിച്ചം വരണമെങ്കിൽ നിങ്ങൾ വേണമെന്നാണ് മനസ്സിലാക്കുന്നത്.
തേർഡ് പാർട്ടി സിറ്റുവേഷൻ എപ്പോൾ പോകുമെന്ന് കുറച്ച് ആൾ ചോദിച്ചാൽ നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എപ്പോൾ പോകുമെന്ന് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എപ്പോൾ പോകും? ചിലർക്ക് 2 മാസം, ചിലർക്ക് 5 മാസം. ചില ആളുകൾക്ക് 2 മാസത്തിനുള്ളിൽ ശരിയാവും, ചില ആളുകൾക്ക് 5 മാസം. അതാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറഞ്ഞത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. അത് ചില ആളുകൾക്ക് 2 മാസം, ചില ആളുകൾക്ക് 5 മാസം എന്നാണ് കാണിച്ചത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താലേ എൻ്റെ എനർജിയുമായി നിങ്ങളുടെ എനർജി ഒത്തുചേരുകയുള്ളൂ. എന്നാലേ നിങ്ങൾക്കത് റെസിനേറ്റ് ആവുകയുള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.